ഹലോ ഓൾ. അങ്ങനെ ഒരുപാട് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ന് നമ്മുടെ ഗിവ് അവേന്റെ വിന്നറിന്റെ അനൗൺസ്മെന്റ് ആണ്. ഐപാഡിന്റെ ടാബ്ലറ്റ് PC കിട്ടുന്ന ആരാണെന്ന് നമുക്ക് ഇന്ന് അറിയാൻ പറ്റും. കഴിഞ്ഞ ഒരു മാസമായിട്ട് X&Y ലേണിംഗും ക്യുസാരിയോ ക്ലബും മലയാള മനോരമയും കൂടെ ഒരുമിച്ച് നടത്തിയിരുന്ന പ്രോഗ്രാമാണ് ന്യൂസ് നിഞ്ച എന്നുള്ളത്. ന്യൂസ് നിഞ്ച പ്രോഗ്രാമില് സ്കൂളുകൾക്ക് മലപ്പുറം ജില്ലയിലെ സ്കൂളുകൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മലയാള മനോരമയും X&Yയും ക്യുസാരിയോ ക്ലബും കൂടി ചേർന്ന് നടത്തിയ ഒരു ഇവന്റ് ആയിരുന്നു. ഒരു മാസത്തോളം കുട്ടികളെ വായന പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇവന്റ് ആയിരുന്നു. കുട്ടികൾ പേപ്പർ വായനാശീലം കുട്ടികളിൽ വളർത്താനും അതേപോലെ തന്നെ കുട്ടികൾ എന്ത് ചെയ്യാൻ കുറച്ച് ജനറൽ നോളജും അതേപോലെ തന്നെ സയൻസിലുമുള്ള കുട്ടികളുടെ അഭിരുചി മനസ്സിലാക്കാനും അത് വളർത്തിയെടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഇവന്റ് ആയിരുന്നു ന്യൂസ് നിഞ്ച എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് സ്കൂളുകൾ ഏകദേശം 4000-ഓളം കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ന്യൂസ് നിഞ്ച പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 80ഓളം സ്കൂളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ആക്റ്റീവ്ലി ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പരിപാടി ഈ ന്യൂസ് നിഞ്ച എന്ന് പറയുന്ന പ്രോഗ്രാം വളരെ വിജയകരമായിട്ട് നടത്താൻ എന്ത് ചെയ്തിട്ടുണ്ട് മനോരമക്കും അതേപോലെ തന്നെ X&Yക്കും ക്യുസാരിയോക്കും സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഗിവ് അവേ വീക്ക്ലി ഗിവ് അവേസും ഒരു മെഗാ ഗിവ് അവേ ആണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതിലുള്ള മെഗാ ഗിവ് അവേന്റെ റിസൾട്ടിന്റെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്ന ഇവന്റ് ആണ് ഇന്ന്. ഈ ഒരു പ്രോഗ്രാമിൽ ഏകദേശം ഒരു 120ഓളം കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഗിവ് അവേന്റെ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഗിവ് അവേന്റെ റൂൾസ് ഇനി ആർക്കെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഗിവ് അവേന്റെ റൂൾസ് ഇതാണ്. നമ്മുടെ X&Y ലേണിംഗിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യണം. അതേപോലെ തന്നെ മലയാള മനോരമ മലപ്പുറം എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യണം. ക്യുസാരിയോ ക്ലബിന്റെ ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക. അത് മാത്രമല്ല അതേ ദിവസം ഓരോ ദിവസവും മലയാള മനോരമയിൽ കഴിഞ്ഞ മാസം ഓഗസ്റ്റ് മാസത്തിൽ എല്ലാ ദിവസവും ന്യൂസ് നിഞ്ചന്റെ റിപ്പോർട്ട് വരാറുണ്ടായിരുന്നു. അതെന്ത് ചെയ്യണം, അത് ഫോട്ടോ എടുത്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറി ഷെയർ ചെയ്യുകയും ഈ പറയുന്ന അക്കൗണ്ടുകളെ ടാഗ് ചെയ്യുകയായിരുന്നു ചെയ്യേണ്ടത്. അപ്പോ ഏകദേശം 120 കുട്ടികളോളം ഈ ഒരു ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. നമ്മൾ വീക്ക്ലി ഗിവ് അവേസ് പ്രഖ്യാപിച്ചിരുന്നു. വീക്ക്ലി ഗിവ് അവേസിൻ്റെതായിട്ട് സ്മാർട്ട് വാച്ചുകളും ബാഗും ടീഷർട്ടും ഒക്കെയാണ് വിന്നേഴ്സിന് വേണ്ടി ഒരുക്കിയിരുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കഴിഞ്ഞ 3 ആഴ്ചത്തെ വിന്നേഴ്സിനെ കാണാം. ആദ്യത്തെ 3 ആഴ്ചത്തെ നാലാമത്തെ ആഴ്ച മാസത്തിലെ 4ാമത്തെ ആഴ്ചയുടെ മെഗാ ഗിവ് അവേന്റെ വിന്നറെയാണ് ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത്. അതിന് മുന്നേ എന്ത് ചെയ്യാം, അതേപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം ന്യൂസ് നിഞ്ച എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ വിജയികളെ ഗിവ് അവേന്റെ അല്ല ന്യൂസ് നിഞ്ച പ്രോഗ്രാമിൽ പങ്കെടുത്ത 4000 കുട്ടികളും 80 സ്കൂളുകളിൽ നിന്നുള്ള വിജയികളെ പ്രഖ്യാപിക്കുന്ന ഇവന്റ് സെപ്റ്റംബർ 29 ജെംസ് പബ്ലിക് സ്കൂൾ കൂരിയാട് വെച്ചിട്ട് നടക്കുന്നുണ്ട്. ഒരു മെഗാ ഇവന്റ് ആണ്. സ്കൂളുകൾ ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്ത 80+ സ്കൂൾസുകളും അതേപോലെ തന്നെ 4000 സ്റ്റുഡൻസിലെ ടോപ്പേഴ്സായി വന്നിട്ടുള്ള സ്കൂളും കുട്ടികളും എന്ത് ചെയ്യും ഈ ഇവന്റിൽ പങ്കെടുക്കും. അതേപോലെ തന്നെ ഈ ഇവന്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല പ്രമുഖരും ഒരുപാട് പ്രമുഖരും കാര്യങ്ങളൊക്കെ ഈ ഇവന്റിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കും. അപ്പൊ ഇനി നമ്മൾ ഗിവ് അവേന്റെ വിന്നറിനെ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ ഒന്ന് X&Yന്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി തരാം. നിങ്ങളുടെ ഒട്ടുമിക്ക ആളുകൾക്കും X&Y വളരെ സുപരിചിതമാകും. നിങ്ങൾ ഓൾറെഡി X&Y ലേണിംഗിൽ പഠിക്കുന്നവരോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞവരാണ്. എന്നിരുന്നാൽ പോലും മറ്റുള്ളവർക്കായിട്ട് X&Y എന്താണ് ചെയ്യുന്നത്, X&Yന്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്താണെന്ന് ഒന്ന് ബ്രീഫായിട്ട് എന്ത് ചെയ്യാം എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ X&Y 6 മുതൽ 10 വരെയുള്ള കുട്ടികൾക്ക് ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ട്. ഇതൊരു റെഗുലർ ട്യൂഷൻ അല്ല. നമ്മുടെ കുട്ടികളെ സയൻസിലും മാത്സിലും ഏറ്റവും ഉന്നതരായിട്ട് നമ്മളെ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് X&Y ലേണിംഗിന്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാം നടത്തുന്നത്. സയൻസിലും മാത്സിലും കുട്ടികളെ അവരുടെ സിലബസിന് പുറമെ കുട്ടികൾക്ക് ഈ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒളിമ്പ്യാഡ് പോലുള്ള JEE പോലുള്ള നീറ്റ് പോലുള്ള എക്സാമിനേഷന് നേരത്തെ തന്നെ കുട്ടികൾക്ക് ബേസ് വളരെ സ്ട്രോങ് ആക്കി ഇതിന് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് X&Yന്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാം. നിങ്ങൾക്ക് കാണാം X&Yന്റെ ഫാക്കൽറ്റീസിന്റെ ഫോട്ടോ ആണ് ഈ സ്ക്രീനിൽ കാണുന്നത്. എല്ലാവരും പ്രീമിയർ ആയിട്ടുള്ള IIT, NIT, IISER തുടങ്ങി മെഡിക്കൽ കോളേജസ് എന്നിവ പഠിച്ചിറങ്ങിയ ആളുകൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത് X&Yയിൽ നിങ്ങളുടെ മക്കളെ ഈ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്.
വളരെ ടെക്നിക്കലി ആയിട്ട് എന്ത് ചെയ്ത് ഡിസൈൻ ചെയ്ത ഒരു പ്രോഗ്രാമാണ് XNYന്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാം. മറ്റുള്ള ട്യൂഷനുകളെ പോലെ ട്യൂഷൻ മാത്രമായിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ല. കുട്ടികളെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് കൊണ്ട് ഓൺലൈൻ ആയിക്കൊണ്ട് കുട്ടികളെ എങ്ങനെ ഏറ്റവും മികച്ച ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ പ്രിപ്പറേഷൻ കൊടുക്കുക എന്നുള്ളതാണ് XNY ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് എല്ലാ ആഴ്ചയും എന്തുണ്ടാവും, കുട്ടികൾക്ക് വീക്ക്ലി അവർക്ക് ഷെഡ്യൂൾഡ് ആയിട്ട് റെക്കോർഡഡ് സെഷൻസും ലൈവ് സെഷൻസും ഉണ്ടാവും. അതിന് പുറമെ വീക്ക്ലി എന്ത് ചെയ്യും, എല്ലാ വീക്കിലും അവർക്ക് എക്സാമിനേഷൻ ഉണ്ടാവും. അതിന് ശേഷം ഓരോ 3 മാസത്തിലൊരിക്കൽ ടേം എക്സാമിനേഷൻസ് ഉണ്ടാവും. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ഒരു ഷെഡ്യൂളാണ്. സോ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് അതിന്റെ ഒരു എക്സാം ബൈ ലൈവ്. സോ അതിനായിട്ട് നമ്മൾ ഇന്ത്യയിൽ തന്നെ വലിയ നാഷണൽ എക്സാംസിന് പ്രിപ്പറേഷൻസ്, അതിന്റെ ക്വസ്റ്റ്യൻസും പ്ലസ് എന്താണ് ഭാവിയിൽ +1 +2 ഇനി അവിടെ ആ ഒരു ലെവലിൽ നമുക്ക് JEE നീറ്റ് ലെവലിലെ ക്വസ്റ്റ്യൻസ് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യിക്കാണ് നമ്മളെ കുട്ടികളെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, അപ്പൊ ഈ പറയുന്ന രൂപത്തിൽ XNYയിലുള്ള ഈ നേരത്തെ കണ്ട പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയ JEE പോലുള്ള നീറ്റ് പോലുള്ള എക്സാമിനേഷൻ ക്രാക്ക് ചെയ്ത ആളുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ്. അങ്ങനെ കുട്ടികളുടെ ഓരോ സബ്ജക്റ്റിലും അവരുടെ നോളജ് അളക്കാനും അതേപോലെ തന്നെ കോമ്പറ്റീറ്റീവ് ലെവൽ പ്രിപ്പറേഷൻ അളക്കാനും വേണ്ടിയിട്ട് എന്തുണ്ട്, വീക്ക്ലി എക്സാംസും ടേംലി എക്സാംസും ഉണ്ട്. നമ്മുടെ പ്രോഗ്രാം എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ വളരെ സയന്റിഫിക്കലി ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ്. ഷോർട്ട് ആയിട്ടുള്ള, കുട്ടികൾക്ക് ബോറിംഗ് ആയിട്ടുള്ള ലോങ് ലെക്ചേഴ്സ് അല്ല നമ്മുടെ കണ്ടന്റിൽ ആയിട്ടുണ്ടാവുക. ഷോർട്ട് ആയിട്ടുള്ള റെക്കോർഡഡ് സെഷൻസും അതിന് പുറമെ ഡൗട്ട് ക്ലിയറൻസും കുട്ടികൾക്ക് ഒന്നും കൂടെ ഡെപ്തിൽ പ്രോബ്ലം സോൾവിങ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, ലൈവ് ക്ലാസ്സസും ഉണ്ടാവും. നമ്മുടെ ആപ്പിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കുട്ടികൾക്ക് ചെയ്ത് പഠിക്കാനുണ്ടാവും. അതേപോലെ തന്നെ കുട്ടികൾക്ക് എന്തുണ്ട്, സിമുലേഷൻസ് ത്രൂ ഫെറ്റ് പോലെ ജിയോജിബ്ര പോലെയുള്ള സിമുലേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് കൺസെപ്റ്റുകൾ ഈസിലി മനസ്സിലാക്കാൻ പറ്റുന്ന എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ആപ്പിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ലൈവ് ക്ലാസ്സസ് എടുക്കുന്നത്, ഡൗട്ട് ക്ലിയറൻസ് എല്ലാം നടത്തുന്നത് ഈ പറയുന്ന പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് IITയിൽ നിന്നും NITയിൽ നിന്നും ഡോക്ടേഴ്സും അതേപോലെ തന്നെ ഐസർ പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങിയ ആളുകളാണ്. ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പറയുന്ന പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകൾ ഡിസൈൻ ചെയ്ത ടെക്സ്റ്റ് ബുക്സും വർക്ക്ഷീറ്റ്സും ആണ്. വർക്ക്ഷീറ്റ്സ് എല്ലാം 3 ലെവലാണ്. അതായത് ഇപ്പോൾ ഈ അടുത്ത് എല്ലാവരും വളരെ സങ്കടത്തോടു കൂടി നമ്മൾ യൂട്യൂബിലൊക്കെ കാണുകയാണ്, കുട്ടികൾക്ക് എന്താണ് ഓണപരീക്ഷ വളരെ ടഫായിരുന്നു, കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടായി. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്നും ഒരേ പാറ്റേൺ മാത്രം പഠിച്ച് ട്യൂഷനിൽ മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യൂല, ഈ പറയുന്ന ഓണപരീക്ഷ എല്ലാവരും ഒരേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്നത്. യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് കാണുന്നത്, സോ ഈ ക്വസ്റ്റ്യൻ വരുന്നതാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഏത് ഒരു ലെവലിൽ നല്ല ലെവലിലെ ക്വസ്റ്റ്യൻസ് ചെയ്താലേ ആ ഈസി ക്വസ്റ്റ്യൻസ് അതിന്റെ കൂടെ അങ്ങ് ഫ്രീ ആയിട്ട് പഠിച്ചു പോകാന്നുള്ളതാണ്. അപ്പം ഞങ്ങളെ കുട്ടികളെ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, 3 ലെവലായിട്ടുള്ള പ്രോബ്ലം സോൾവിങ്ങിൽ കുട്ടികളെ വാർത്തെടുക്കുന്നുണ്ട്, കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്ക് ലെവലായിട്ടുള്ള ബിഗിനർ ലെവൽ ഉണ്ട്. പിന്നെ കുറച്ച് കോമ്പറ്റീറ്റീവ് SOF ഒളിമ്പ്യാഡ് പോലുള്ള ഒളിമ്പ്യാഡ് എക്സാമിനേഷന് വേണ്ടിയിട്ട് ഇന്റർമീഡിയറ്റ് ലെവലും അതേപോലെ തന്നെ ആർമ പോലെ IOQM പോലുള്ള ഒന്നും കൂടി ലെവൽ കൂടിയിട്ടുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് കുട്ടികളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെവൽ 3 അഡ്വാൻസ്ഡ് ഉണ്ട്. ഈ 3 ലെവൽ പഠിച്ച കുട്ടികൾക്ക് ഓണപരീക്ഷയും ക്രിസ്മസ് പരീക്ഷയും പുഷ്പം പോലെ എന്ത് ചെയ്യാം, എത്ര ടഫ് ആണെന്നുണ്ടെങ്കിലും ഈസിലി എഴുതാൻ പറ്റും. അത് കുട്ടികൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ നമ്മളെ കുട്ടികൾക്ക് എന്താണ്, ഓണപരീക്ഷ വളരെ എളുപ്പമായിരുന്നു ഒരുവിധം എല്ലാ കുട്ടികൾക്കും. അപ്പോൾ ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്തിട്ടാണ് നമ്മുടെ മക്കള് പഠിച്ചു പോകുന്നത്. അങ്ങനെ പഠിച്ചു പോകുന്നവർക്ക് എന്താണ്, ഈ പരീക്ഷകളെല്ലാം ഓണപരീക്ഷ മാത്രമല്ല, കോമ്പറ്റീറ്റീവ് ആയിട്ട് വരുന്ന IOQM പോലുള്ള ആർമ പോലുള്ള എക്സാമിനേഷനും കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഒരു ഫോർമാറ്റിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ വളരെ ബ്രീഫായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സയന്റിഫിക്കലി സിസ്റ്റമാറ്റിക്കലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് XNYന്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാം. കുട്ടികൾക്ക് നേരത്തെ തന്നെ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ എങ്ങനെ എഴുതാം. ഈ വർഷം പാറ്റേണിലുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ മോഡൽ കുറച്ച് ന്യൂമറിക്കൽസ് വന്നിരുന്നു, MCQ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു, അതൊക്കെ നമ്മുടെ എല്ലാ ചാപ്റ്ററിലും നമ്മൾ എന്ത് ചെയ്യുന്നത്, കുട്ടികൾക്ക് വേണ്ടി കവർ ചെയ്യുന്നത്. മറ്റുള്ള ആപ്പുകളെയും മറ്റുള്ള ട്യൂഷനുകളെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാം ഒരു ട്യൂഷൻ പ്രോഗ്രാം അല്ല. നമ്മുടെ കുട്ടികളെ ഇതേപോലുള്ള ഒരു ഹയർ ലെവൽ സയൻസിലും മാത്സിലും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് നമ്മൾ
എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിലോട്ടുള്ള അടുത്ത അക്കാദമിക് ഇയറിലോട്ടുള്ള അഡ്മിഷൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി അടുത്ത പ്രോഗ്രാമിലോട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യമായി ഏതൊരു കുട്ടിയും അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾ ആദ്യമായി കുട്ടികൾക്ക് കൊടുക്കുന്നത് ഒരു ബേസിക് മാത്ത് പ്രോഗ്രാം ആണ്. ബേസിക് മാത്ത് പ്രോഗ്രാം എന്തിനാണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള അവരുടെ മാത്തമെറ്റിക്കൽ എബിലിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യുക. അവർക്ക് പല കാര്യങ്ങളിലും മേ ബി അവർ കുറച്ച് പിന്നോട്ടാവും മാത്സിൽ. അപ്പൊ മാത്സിൽ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മാത്തമെറ്റിക് പ്രിപ്പറേഷൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതിന്റെ ഫൗണ്ടേഷൻ ആണ്. അപ്പൊ ബേസിക് മാത്സ് കോഴ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തുടങ്ങുന്നത്. മാത്രമല്ല അടുത്ത വർഷത്തെ അക്കാദമിക് ഇയർ തുടങ്ങുന്നത് ഏപ്രിലാണ്. അഡ്മിഷൻ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അപ്പോൾ ഈ ഒരു അഡ്മിഷൻ എടുക്കുന്നത് മുതൽ ഏപ്രിൽ വരെ സമയത്ത് നേരത്തെ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് പ്രോഗ്രാംസ് നമ്മൾ അഡീഷണലി ഫ്രീ ആയിട്ട് നമ്മുടെ പ്രോഗ്രാമിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. മാത്സിന്റെ ബേസിക് മാത്ത് കോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, 8, 9, 10 കുട്ടികൾക്ക് മാത്ത് റൂട്ട്സ് എന്ന പ്രോഗ്രാമും അതേപോലെ 6, 7 കുട്ടികൾക്ക് മാത്ത് ജൂനിയർ എന്ന പ്രോഗ്രാമുമാണ് ആദ്യമായിട്ട് എൻറോൾ ചെയ്യുന്ന കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അതേപോലെ ബേസിക് സയൻസ് ഓഫ് ലേണിംഗ് AI ഫോർ കേരളത്തിലുള്ള കുട്ടികൾക്ക് AI ലിറ്ററസി കൊണ്ടുവരിക എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് AI ഫോർ കേരള. അതേപോലെ തന്നെ കുട്ടികളെ ഒളിമ്പ്യാഡ് IOQM പോലുള്ള NSCJS പോലുള്ള ഒളിമ്പ്യാഡ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന മിഷൻ ഒളിമ്പ്യാഡ്സ് എന്ന് പറയുന്ന പ്രോഗ്രാമും ഈ ഏർലി ബേർഡ് ഓഫറിൽ നേരത്തെ ഇപ്പോഴേ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് ഈ പ്രോഗ്രാമിലൊക്കെ എൻറോൾമെന്റ് ഉണ്ട് എന്ന് പറയാണ്. നമ്മുടെ പ്രോഗ്രാമിന്റെ ഫീ സ്ട്രക്ചർ വരുന്നത് ഇങ്ങനെയാണ്. 6ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് 18,999, 7-8 കുട്ടികൾക്ക് 22,999, 9-10 ക്ലാസ്സിലെ കുട്ടികൾക്ക് 28,999 ആണ് നമ്മുടെ ഫീസ്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കമന്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ എൻക്വയറി ചെയ്യാനുള്ള നമ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഇപ്പോൾ, അതായത് ഏർലി ആയിട്ട് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞ ഫ്രീ ആയിട്ടുള്ള പ്രോഗ്രാമുകൾസിന് പുറമെ ഒരു അഡീഷണൽ 2,000 റുപ്പീസ് ഓഫ് ഉണ്ട്. അപ്പം ഫീ സ്ട്രക്ചർ വരുന്നത് ഇങ്ങനെയാണ്. 6ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് 16,999, 7-8 കുട്ടികൾക്ക് 20,999, 9-10 ക്ലാസ്സിലെ കുട്ടികൾക്ക് 26,999 ആണ് നേരത്തെ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കുള്ള ഫീസ്. അപ്പോൾ ഇതാണ് XNY ഫൗണ്ടേഷൻ പ്രോഗ്രാമിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ മെയിൻ ഇവന്റിലോട്ട് കടക്കാം. നമുക്ക് നമ്മളെ വിന്നറിനെ ഓക്കെ. അപ്പൊ ഇവിടെ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന യൂസേഴ്സിനെ, ഇപ്പൊ മൾട്ടിപ്പിൾ കൺട്രീസ് ഉള്ള യൂസേഴ്സിനെ അടക്കം എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ യൂസേഴ്സിനെയും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞ ഇവന്റിൽ പങ്കെടുത്ത എല്ലാ യൂസേഴ്സിനെയും നമ്മളിവിടെ ഈ ഒരു സ്പിന്നിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി എന്താ ചെയ്യുന്നത്, ഇനി സ്പിൻ ചെയ്യാണ്. സോ ഒരു ഭാഗ്യശാലിക്ക് എന്താണ് സാർ ഒരു ഐപാഡ് ആണ് നമ്മൾ ഈ മെഗാ ഗിവ് അവേന്റെ വിന്നറിനുള്ള പ്രൈസ് എന്ന് പറയുന്നത് ഐപാഡ് ആണ്. അപ്പൊ ഇതിൽ എന്തുണ്ട്, ഇതിൽ എല്ലാ വിന്നേഴ്സിന്റെയും എല്ലാ പാർട്ടിസിപ്പൻസിന്റെയും പേരുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മള് സ്പിൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മള് സ്പിൻ ചെയ്തിട്ടുണ്ട്. നമ്മള് വിജയ് ആരാന്ന് നമുക്ക് നോക്കാം. ഒരു ഐപാഡ് ആണ്, ചെറിയ സാധനമല്ല. നമ്മുടെ വിന്നറുടെ പേര് ഷനാസ് 115 ആണ്. ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുള്ള അവരുടെ ID ആണ്. ഓക്കെ, അപ്പോ ഈ ഗിവ് അവേന്റെ മെഗാ ഗിവ് അവേന്റെ വിന്നർ ഷനാസ് 115 ആണ്. കൺഗ്രാറ്റുലേഷൻസ് ഷനാസ് ഫോർ വിന്നിംഗ് ദ ഐപാഡ്. അപ്പോ ഇനി എന്ത് ചെയ്യാം, ഷനാസിന് നമ്മുടെ ടീമിനെ സോഷ്യൽ മീഡിയ ത്രൂ, ഇൻസ്റ്റാഗ്രാം ത്രൂ ഒക്കെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം. വിന്നറിന് എന്ത് ചെയ്യും, വിന്നറിന് നമ്മൾ പറഞ്ഞ പോലെ വിന്നറിന് ഐപാഡ് കിട്ടുന്നതാണ്. അപ്പൊ താങ്ക് യു എവ്രി വൺ ഫോർ അറ്റൻഡിങ് ദിസ് പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായത് ന്യൂസ് ഇന്ത്യയുടെയും അതേപോലെ തന്നെ നമ്മുടെ ഗിവ് അവേന്റെയും ഗിവ് അവേ പ്രോഗ്രാമിന്റെ ഭാഗമായ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇത് ഒഫീഷ്യലി ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അവസാനം കൂടെ കൺഗ്രാറ്റുലേഷൻസ് ടു ഷനാസ് ഫോർ വിന്നിംഗ് യുവർ ഐപാഡ്. അപ്പോൾ താങ്ക് യു ഓൾ ഫോർ അറ്റൻഡിങ് ദിസ് ഇവന്റ്. ബൈ. താങ്ക്സ്.